പ്രേക്ഷകരുടെ കണ്ണുകൾ നിൽക്കേണ്ടത് ആ ഏകദേശം ചുവന്ന നിറമുള്ള രണ്ടാമത്തെ ട്രാക്ക്, നടുഭാഗം BBC പുന്നമടയുടേത്, വെള്ള നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, ഒപ്പം ഇങ്ങേയറ്റത്ത് വയലറ്റ് നിറത്തിൽ പ്രേക്ഷകർക്ക് റിബണുകൾ വലിച്ചു കെട്ടിയ നാലാമത്തെ ട്രാക്കിൽ കാണുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം. മൂന്നാം ഹീറ്റ്സിൽ 3 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. നടുഭാഗം ചുണ്ടൻ, പായിപ്പാടൻ 2, മേൽപ്പാടം ചുണ്ടൻ. 2, 3, 4 ട്രാക്കിലേക്ക് കേന്ദ്രീകരിക്കാം. അല്പസമയത്തിനകം തന്നെ കുതിച്ചു പാഞ്ഞ് മുന്നോട്ട് പോകും ഈ 3 ചുണ്ടന്മാരും. ഇക്കുറി 2 ചുണ്ടനുകളിലായിട്ടാണ് പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിക്ക് ഇറങ്ങുന്നത്. 2 വള്ളങ്ങളാണ് പള്ളാത്തുരുത്തിക്കുള്ളത്. മേൽപ്പാടൻ ചുണ്ടന് പുറമെ പായിപ്പാടൻ 2മുണ്ട്. മേൽപ്പാടവും പായിപ്പാടനും ഒരേ കരയുടെ 2 വള്ളങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2 വള്ളങ്ങൾ ഇറക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി ഏറ്റവും ആരാധകരുള്ള പള്ളാത്തുരുത്തി. BBC പുന്നമടയുടെ നടുഭാഗനും പള്ളാത്തുരുത്തിയുടെ 2 ബോട്ടുകളും പായിപ്പാടനും മേൽപ്പാടവും നടുഭാഗം ചുണ്ടനോട് ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് മുൻതൂക്കം? അതു ഇതിലേറെ കൗതുകകരമായ കാര്യം BBC BBC പുന്നമടയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. പാരമ്പര്യവും പഴക്കവും പരമ്പരാഗത വൈരികളാണ്. നടുഭാഗം ബദ്ധവൈരികളാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെ, ബ്രസീൽ അർജന്റീന ഒരു ഫുട്ബോൾ മത്സരം പോലെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ 3ാമത്തെ ഹീറ്റ്സിൽ കരയിലും ആരവം കനക്കും. ഏറ്റവും അധികം ആരാധകരുള്ള ബോട്ട് ക്ലബ്ബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന മനോഹരമായ കാഴ്ചയാണ് 3ാം ഹീറ്റ്സിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ BBC പുന്നമട തുടങ്ങിയ നടുഭാഗത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫിയുടെ ചരിത്രം തന്നെയാണ്. 1952 നെഹ്റു ആദ്യമായി ഈ മത്സരം കാണാൻ വരുമ്പോൾ, ആദ്യത്തെ വള്ളംകളി മത്സരം നടക്കുമ്പോൾ അന്ന് വിജയിച്ചത് നടുഭാഗമാണ്. ഈ മത്സരങ്ങളുടെ എല്ലാം തലതൊട്ടപ്പനാണ് BBC പുന്നമട തുടങ്ങിയ നടുഭാഗം ചുണ്ടൻ. 2ാമത്തെ ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ അങ്ങനെ നിവർന്ന് കിടപ്പാണ്. 3ാമത്തെ ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട്, കുപ്പപ്പുറം PO പായിപ്പാടൻ 2ാമത്തെ വള്ളം, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 2ാമത്തെ വള്ളമായ മേൽപ്പാടം 4ാമത്തെ ട്രാക്കിലും പ്രേക്ഷകർക്ക് കാണാം. നടുഭാഗമാണോ മുന്നിൽ, മേൽപ്പാടമാണോ മുന്നിൽ? നടുഭാഗമാണോ മുന്നിൽ, മേൽപ്പാടമാണോ മുന്നിൽ? ഇഞ്ചോടിഞ്ച് വ്യത്യാസമില്ലാത്ത കുതിപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. മേൽപ്പാടൻ നടുഭാഗം 2ാം ട്രാക്കിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആകെ 3 വള്ളങ്ങൾ. അങ്ങേയറ്റത്തുള്ളത് നടുഭാഗം, ഇങ്ങേയറ്റത്തുള്ളത് മേൽപ്പാടം. നടുഭാഗമോ പുന്നമടയോ പള്ളാത്തുരുത്തിയോ? റിക്സൺ ആദ്യ മാറ്റത്തിന് വരുമ്പോൾ പ്രവചിക്കാൻ കഴിയുന്നില്ല. പുന്നമടയുടെ നടുഭാഗവും അല്ല അപ്പുറത്താണ്. 2ാം ട്രാക്കിൽ നടുഭാഗം, 4ാം ട്രാക്കിൽ മേൽപ്പാടം. നടുഭാഗവും മേൽപ്പാടവും. 2ാം ട്രാക്കിൽ നടുഭാഗം, 4ാം ട്രാക്കിൽ മേൽപ്പാടം. BBC പുന്നമടയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും തമ്മിലുള്ള ഉശിരൻ പോരാട്ടം. നടുഭാഗം വേഴ്സസ് മേൽപ്പാടം. BBC പുന്നമട മുന്നേറുന്നു. BBC പുന്നമട. നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടനും ആരാണ് മുന്നിൽ? നടുഭാഗമോ മേൽപ്പാടമോ? കഴിഞ്ഞ വർഷത്തെ ഒരു പ്രതികാരം തീർക്കാനുണ്ട്. CBL ട്രോഫി നേടിയ നടുഭാഗം പ്രഥമ നെഹ്റു ട്രോഫി. പുന്നമടയോ പള്ളാത്തുരുത്തിയോ പറയാൻ കഴിയില്ല. ആവേശം പോലോളം. പുന്നമട is on fire. പുന്നമട is shivering. നടുഭാഗമോ മേൽപ്പാടമോ? വിട്ടുകൊടുക്കാനില്ല. ഇപ്പോൾ പക്ഷേ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ മേൽപ്പാടം നടുഭാഗം തന്നെ ഇല്ല. അത്ഭുതങ്ങൾ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. പള്ളാത്തുരുത്തിയുടെ കുതിപ്പാണത്. ഈ പുന്നമടയുടെ പൊന്നാണ്. വെളുത്ത വസ്ത്രമണിഞ്ഞ മേൽപ്പാടം ചുണ്ടൻ മുന്നിൽ പോകുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം 4ാം ട്രാക്കിൽ അതിവേഗം മുന്നിൽ കുതിക്കുന്നു.
തൊട്ടുപിന്നിൽ വിട്ടുകൊടുക്കില്ല എന്ന നിലയിൽ തന്നെയാണ് നടുഭാഗവും. PBC പുന്നമട തുഴയെറിയുന്ന നടുഭാഗം തൊട്ടുപിന്നിൽ തന്നെയുണ്ട്. ചുവപ്പ് പടയാളികളും വെളുത്ത പടയാളികളും തമ്മിലുള്ള പോരാട്ടം. ചുവന്ന പടയാളികളായ നടുഭാഗത്തെ മേൽപ്പാടം ഇഞ്ചോടിഞ്ച് പിന്നിലാക്കുന്നു എന്ന് തോന്നൽ. നടുഭാഗം ഗീർ മാറ്റുന്നു. PBC പുന്നമടയുടെ നടുഭാഗം ഗീർ മാറ്റുന്നു. പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടത്തെ അവർക്ക് മറികടക്കാൻ കഴിയുമോ? പള്ളാത്തുരുത്തിയുടെ മറ്റൊരു ബോട്ടിനെ കാണാനില്ല. പനന്തുഴ കൊണ്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ചെറുമുറി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പ്രവചനങ്ങൾ അതീതമാണ്. തീ പറക്കുന്നു, പുന്നമടയിൽ തീ പിടിക്കുന്നു. പുന്നമടയിൽ തീ പിടിപ്പിച്ചുകൊണ്ട് 2 PBCകൾ മത്സരിക്കുന്നു. നിങ്ങൾ ഇത് കാണുക. ഡോക്ടർ അരുൺകുമാർ ഒരു വള്ളപ്പാടിന് നടുഭാഗം മുന്നില് ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. പള്ളാത്തുരുത്തി മുന്നോട്ട് കയറുകയാണ്, കുതിച്ചു കയറുകയാണ്. പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ഇഞ്ചോടിഞ്ചിനാ പിന്നിലാക്കുന്നു. PBC പുന്നമടയുടെ നടുഭാഗത്തെ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ മേൽപ്പാടം 4-ാം ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞ സോളി വർഗീസിന്റെയും ജോഷുവ ചാണ്ടിയുടെയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം 4-ാം ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞ മേൽപ്പാടം. ഇതാ ആദ്യഘട്ടം മുതൽ നടുഭാഗത്തിലായിരുന്നു മുൻതൂക്കമെങ്കിൽ തുഴഞ്ഞു കയറിയതാണ്. ഓരോ തുടയെറിയുമ്പോഴും ആരവം മുഴക്കിക്കൊണ്ടുള്ള ഓരോ തുടയേറിനും മുന്നോട്ട് വന്നിട്ടാണ് ഇപ്പോൾ മേൽപ്പാടം ചുണ്ടൻ 4-ാം ട്രാക്കിൽ വിജയികളായിരിക്കുന്നത്. നമുക്ക് കൃത്യമായി സെക്കൻഡുകളുടെ വ്യത്യാസം, മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നടുഭാഗത്തെ പിന്നിലാക്കിയിരിക്കുന്നത്.